ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഹോദരങ്ങളെ, യേശു കുരിശിൽ തൂങ്ങിക്കിടന്ന സമയത്ത്, കഠിനമായ വേദന അനുഭവിക്കുന്ന സമയത്ത് കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന അമ്മയെ കാണുന്നു. ലോകത്തിൻ്റെ പാപങ്ങൾ ചുമന്ന കുഞ്ഞാടായി തീർന്ന ആ വേളയിൽ തീവ്ര വേദന അനുഭവിക്കുന്ന ആ അമ്മയെ കാണുകയാണ്. ദൈവം വലിയ കാര്യങ്ങളിലും ചെറിയ കാര്യങ്ങളിലും ശ്രദ്ധ വയ്ക്കുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവാണത്. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് യേശുവിൻ്റെ മാതൃത്വം ഏറ്റെടുത്ത ദൈവഭക്ത പിന്നീട് എന്തെല്ലാം അനുഭവിച്ചിട്ടുണ്ടാകും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ലൂക്കോസ് 2:35 ശിമോൻ്റെ പ്രവചനം, നിന്റെ സ്വന്തം പ്രാണനിലൂടെയും ഒരു വാൾ തുളച്ചു കയറും. അതിൻ്റെ നിവർത്തീകരണം നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ ആ അമ്മ അനുഭവിക്കുന്ന വേദനയെക്കുറിച്ച് യേശു ശ്രദ്ധാലുവായിരുന്നു. എബ്രായ നിയമം അനുസരിച്ച് ആദ്യജാതനാണ് വിധവയായ അമ്മയുടെ സംരക്ഷണം ഏറ്റെടുക്കേണ്ടത്. അതിനാൽ അമ്മയെ പരിപാലിക്കാനുള്ള ഉത്തരവാദിത്തം യേശുവിൻ്റേതായിരുന്നു. മറിയത്തിൻ്റെ ഭാവി സുരക്ഷിതത്വത്തെയും സംരക്ഷണത്തെയും കുറിച്ചുള്ള ചിന്തകളോടെ യേശു അമ്മയെ തൻ്റെ പ്രിയ ശിഷ്യനായ യോഹന്നാൻ്റെ സംരക്ഷണത്തിൽ ഏൽപ്പിച്ചു. മറിയത്തെ യോഹന്നാൻ്റെ സംരക്ഷണത്തിൽ ഏൽപ്പിച്ചതിലൂടെ ഒരു അർപ്പണബോധമുള്ള മകനെന്ന നിലയിൽ തൻ്റെ കുടുംബ ഉത്തരവാദിത്തം നിറവേറ്റുകയായിരുന്നു. യേശു എന്തുകൊണ്ട് യോഹന്നാനെ തിരഞ്ഞെടുത്തു, സ്വന്തം സഹോദരന്മാരെ തിരഞ്ഞെടുത്തില്ല എന്ന ചിന്ത പലർക്കും വരാം. യോഹന്നാൻ 7:5 പറയുന്നത് കേൾക്കൂ. സ്വന്തം സഹോദരന്മാർ പോലും അദ്ദേഹത്തിൽ വിശ്വസിച്ചിരുന്നില്ല. അവിശ്വാസികളായ സഹോദരന്മാരെ ഏൽപ്പിക്കാൻ യേശു ഇഷ്ടപ്പെട്ടില്ല. കാരണം സഹോദരന്മാർ ആരും തന്നെ അതുവരെ യേശുവിൻ്റെ ശിഷ്യന്മാരായിരുന്നില്ല. അവർ യേശുവിനെ അംഗീകരിച്ചിരുന്നില്ല. അമ്മയുടെ ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ വെച്ചതിനാലാണ് യേശു യോഹന്നാനെ തിരഞ്ഞെടുത്തത്. സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ എന്ന വാക്കുകളോടെ യേശു തൻ്റെ അമ്മയെ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായ യോഹന്നാനെ ഏൽപ്പിച്ചു. യോഹന്നാൻ ആ വിളിയിൽ വിശ്വസ്തനായിരുന്നു. അന്നു മുതൽ യോഹന്നാൻ അവളെ തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചവരായിരുന്നു അവർ രണ്ടുപേരും. നമ്മൾ കുടുംബ ബാധ്യതകളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പാടില്ല എന്ന് ഇത്തരണത്തിൽ വ്യക്തമാണ്. 1 തിമോത്തി 5:8 ഇങ്ങനെ പറയുന്നു, തനിക്കുള്ളവരോടും പ്രത്യേകിച്ച് സ്വന്തം കുടുംബത്തോടും കരുതലില്ലാത്തവൻ വിശ്വാസം തള്ളിക്കളയുകയും അവിശ്വാസിയേക്കാൾ വഷളനായി തീരുകയും ചെയ്യുന്നു. കുടുംബ ബന്ധങ്ങൾ മനോഹരമാകാം, സ്നേഹപരമാകാം, സങ്കീർണമാകാം, വേദനാജനകമാകാം. എന്നിരുന്നാലും അതിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നമുക്ക് ഒളിച്ചോടാനാകില്ല. യേശുവിൻ്റെ കുരിശിൻ ചുവട്ടിലുണ്ടായിരുന്നവർ ആരെല്ലാമായിരുന്നു എന്ന് ഇത്തരണത്തിൽ നമുക്കൊന്ന് ചിന്തിക്കാം. യോഹന്നാൻ 19:25 വായിക്കുക. യേശുവിൻ്റെ അമ്മ, അമ്മയുടെ സഹോദരി, ക്ലെയോപ്പാവിൻ്റെ ഭാര്യ മറിയ, മഗ്ദലക്കാരത്തി മറിയ, യോഹന്നാൻ എന്നിവരായിരുന്നു. യേശുവിനോടുള്ള സ്നേഹം ആ സ്ത്രീകളെ അവിടെ നിൽക്കാൻ ധൈര്യപ്പെടുത്തി. അവരോടൊപ്പം നിൽക്കാൻ ധൈര്യം കാണിച്ചത് യോഹന്നാൻ മാത്രമാണ്. ബാക്കിയുള്ളവരെല്ലാം ചിതറിപ്പോയി. മാർക്കോസ് 3:33 മുതൽ 35 വരെ വായിച്ചാൽ, ആരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും എന്ന് ചോദിച്ചതിന് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും എന്ന് യേശു പറയുന്നു. അപ്പസ്തോലപ്രവർത്തനം 1:14 യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാർ സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും അവൻ്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് ശ്രദ്ധയോടെ പ്രാർത്ഥന കഴിച്ചു പോന്നു എന്ന് പറയുന്നു. ഇതിൽ നിന്നും പിന്നീട് സഹോദരന്മാർ യേശുവിൽ വിശ്വസിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. യേശു കഠിനമായ വേദനയ്ക്കിടയിലും ചുറ്റുമുള്ളവരെ ശ്രദ്ധിച്ചു. യേശുവിൻ്റെ ഈ പ്രവൃത്തി സ്നേഹത്തിൻ്റെയും ഉത്തരവാദിത്തത്തിൻ്റെയും മാതൃകയാണ്. കുടുംബത്തോടുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ നമുക്ക് ഇടവരട്ടെ. ഈ വചനങ്ങൾ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവമേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.